ഹലോ, വെൽക്കം ടു കവിതാസ് ക്വിസിൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതല്ല കേട്ടോ, ശരിക്കും ബേക്ക് ചെയ്യാൻ പോകുന്നത് നല്ല ഫ്ലഫി ആയിട്ടും പിന്നെ കുറേ ദിവസത്തേക്ക് മോയിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വാനില കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നമുക്ക് ടോപ്പിംഗ് ആയിട്ട് ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങും എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. നമുക്ക് കേക്ക് ബേസിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 300 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്, 4 മുട്ട, പിന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഈ എണ്ണ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, അങ്ങനെ ഫ്ലേവർ ഇല്ലാത്ത ഓയിലായിട്ട് നോക്കി എടുക്കണം. പിന്നെ 1/4 സ്പൂണ് ഉപ്പ്, 150 ഗ്രാം ബട്ടർ, പിന്നെ ഒരു 150 ml പാല്, പിന്നെ ഞാൻ ഇവിടെ 250 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതല്ലാണ്ട് നമുക്ക് ബേക്കിംഗ് പൗഡറും പിന്നെ വാനില എസൻസും ആണ് നമ്മൾ ഇട്ടിട്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊന്ന് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ മുട്ട ഒന്ന് പൊട്ടിക്കാം. ഈ 4 മുട്ടയും നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിപ്പോൾ 4 മിനിറ്റ്സ് ലോ സ്പീഡിലും പിന്നെ ഒരു 8 to 10 മിനിറ്റ്സ് ഹൈ സ്പീഡിൽ വെച്ചിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഷുഗർ സ്ലോ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, നമ്മൾ 4 മുട്ടയാണ് എടുത്തത്. അതിപ്പോൾ 4 മുട്ടയും 1 ഗ്ലാസ് പഞ്ചസാരയും ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇത്രയും ഫ്ലഫി ആക്കി എടുത്തിരിക്കുന്നത്. ബട്ടർ ഞാൻ 150 ഗ്രാംസിൻ്റെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 150 ഗ്രാംസ് പാല്, 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, കുറച്ച് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്. ഇതിപ്പോൾ ബട്ടറും പാലും തണുത്തിരിക്കുന്നത് കൊണ്ട് അതിങ്ങനെ പിരിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊണ്ടുവരാം. ഞാനിപ്പോൾ പാലും ബട്ടറും പിന്നെ കുറച്ച് വാനില എസൻസും ഇട്ടിട്ട് മൈക്രോവേവിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തു. വാനില എസൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മെൽറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം വേണമെങ്കിലും ഇടാം, അതിന് മുൻപ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 300 ഗ്രാം മൈദ ഇട്ട് കൊടുക്കുന്നു, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതൊന്നൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ ആ ഒരു ബേക്കിംഗ് സോഡയുടെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. പക്ഷേ സ്പോഞ്ച് കേക്കിന് ബേക്കിംഗ് സോഡ ചേർക്കാതിരുന്നെങ്കിൽ കിട്ടുന്ന ആ ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവറായിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ ചെറുതായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ ഒരു 2 സ്പൂൺ ഇങ്ങോട്ട് എടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് മൈദ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് ചേർക്കാം. ഇത് ബട്ടറൊക്കെ നല്ല റൂം ടെമ്പറേച്ചറിനകത്ത് നമ്മൾ ചെറുതായിട്ട് വാം ചെയ്ത് എടുത്തത് കൊണ്ട് ഇത് തന്നെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ബീറ്റ് ചെയ്യരുത്, ഒന്ന് ടേൺ ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതിങ്ങനെ എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ മുട്ടയിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയുടെ ബേസ് ഒന്ന് ഇടാം. ഇട്ട് കൊടുത്തിട്ട് ടേൺ ചെയ്ത് കൊടുക്കണം. ഈ വെനില കേക്കിനകത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു 1/2 സ്പൂൺ കാരമൽ
എസൻസ് ഇരുന്നെങ്കിലും ഒഴിച്ചെങ്കിൽ നമ്മുടെ വെനില കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. കാരമലിൻ്റെയും പിന്നെ നമ്മുടെ വെനില എസൻസിൻ്റെയും ചേർത്തിട്ടുള്ള ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അത് സ്പോഞ്ച് കേക്കിന് നല്ല ടേസ്റ്റ് കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് കാരമൽ ഫ്ലേവർ കിട്ടുവാണെങ്കിൽ ഒരു 1/4 സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ കാരമൽ ഫ്ലേവർ വെനില എസൻസിൻ്റെ കൂട്ടത്തിൽ ഇടണേ. ഈ ബാറ്റർ ഇപ്പോൾ നമ്മൾ 2 കേക്കായിട്ടാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാനിവിടെ 2 ടിന്ന് എടുത്തിട്ടുണ്ട്. 2 സെപ്പറേറ്റ് ടിന്ന് സെയിം സൈസാണ്. ഈ 2 ടിന്നിനകത്തും ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ബട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ബേക്കിംഗ് ഷീറ്റ് ഇടുമ്പോൾ അതൊന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. ഇടേണ്ട ആവശ്യമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ 2 ടിന്നിനകത്തും ഞാൻ ബേക്കിംഗ് ഷീറ്റ് ഇട്ടു. ഈ ബാറ്റർ ഇപ്പോൾ നമുക്ക് 2 പാനിനകത്ത് ഈക്വൽ എമൗണ്ടിൽ വേണം ഇടാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഐസിങ് ചെയ്യുമ്പോഴത്തേക്ക് ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും ആയി പോകും. അതിനു വേണ്ടി ഞാനിപ്പോൾ മെഷർ ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്ത് ഒഴിക്കാൻ പോകുന്നത്. അതൊരു 200 ഗ്രാംസ് ഉണ്ട് നമ്മുടെ ഈ ബേക്കിംഗ് പാന്. ഇനി അതിലേക്ക് നമ്മൾ ഒന്ന് ഒരു 1/2 ഒഴിച്ചിട്ട് പിന്നെ നമുക്കൊന്ന് നിർത്തി മട്ടതിൽ നിന്ന് എത്രയുണ്ടെന്ന് നോക്കാം. ഇതൊരു ഇപ്പോൾ ടോട്ടൽ 700 ഗ്രാംസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇനി കുറച്ചും കൂടി ഒഴിക്കാൻ പറ്റും. ഇതിന് നമുക്ക് ടോട്ടൽ 700 ഗ്രാംസ് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ 500 ഗ്രാംസ് ബാറ്ററാണ്. അങ്ങനെ നിങ്ങൾ നോക്കി ഒഴിച്ചോളൂ. നിങ്ങൾക്കിപ്പോൾ മെഷറിങ് ചെയ്യാണ്ട് നിങ്ങൾക്ക് കറക്റ്റ് പോർഷനകത്ത് എടുക്കാൻ പറ്റുമെങ്കിൽ മെഷർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ വീട്ടിലും ഉണ്ടാക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഫുൾ മെഷർ ചെയ്തിട്ട് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ കാണാൻ ഇപ്പോൾ എനിക്ക് വീഡിയോനകത്ത് ഭംഗിക്ക് വരണ്ടേ, അതിനു വേണ്ടി അന്ന് നന്നായിട്ട് കറക്റ്റ് പോർഷനിൽ എടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം അതിനകത്ത് കുറേ ബബിൾസ് ഉണ്ട്. ആ ബബിൾസ് എല്ലാം പോയിട്ട് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഇടുന്നതിന് മുൻപ് നമുക്ക് ഇതൊന്ന് ഒരു 3 ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യുന്നത് ഈ ബബിൾസ് ഒക്കെ കണ്ടല്ലോ, അതെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ബബിൾസ് പോയിട്ട് നന്നായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമുക്ക് 180 ഡിഗ്രി അല്ലെങ്കിൽ 360 ഫാരൻഹൈറ്റിനകത്ത് നമ്മൾ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഒരു 15 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് മണം വരാൻ തുടങ്ങും. ആകുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് കുത്തി നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടോ എന്ന്. ബേക്ക് ആയിരുന്നെങ്കിൽ നിങ്ങൾ പുറത്തെടുക്കാം. 20 മിനിറ്റ്സ് തന്നെ ബേക്ക് ചെയ്യണമെന്നില്ല. കാരണം ഓരോരോ അവനും അതിൻ്റെ ഹീറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 180 ഡിഗ്രിനകത്ത് 20 മിനിറ്റ്സ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 18 to 20 മിനിറ്റ്സ് വരും. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോണും പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു 17 മിനിറ്റ്സ് ആയി. ഒന്ന് കുത്തി നോക്കിയിട്ട് നമുക്ക് കേക്ക് റിമൂവ് ചെയ്യാം. നല്ല മണം വരാൻ തുടങ്ങി. അതാണ് ഞാൻ വിചാരിച്ചത് അതൊന്ന് ബേക്ക് ആയിട്ടുണ്ടാവും. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്റ്റിക്കാണ് വന്നത്. നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഫ്ലാറ്റ് ആയിട്ട്, നല്ല അവിടെ ഇവിടെ പൊട്ടാണ്ട് കറക്റ്റ് ഷേപ്പിലാണ് നമുക്ക് ഐസിങ് ഇടാൻ പറ്റുന്ന ആ ഒരു ഷേപ്പിലാണ് നമുക്ക് അവിടെ കേക്ക് ബേക്ക് ആയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് എടുക്കാം. നമ്മുടെ 2 കേക്കും നന്നായിട്ട് ബേക്കായി. ഇന്ന് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തത് 17 മിനിറ്റ്സ് ആണ്. ഓരോരോ കേക്കും 17 മിനിറ്റ്സ് ആണ് എടുത്തത്. എനിക്ക് വലിയ അവനകത്ത് എനിക്ക് ആ മെഷർമെന്റ് കറക്റ്റായിട്ട് വരുന്നില്ല. ബേക്കിംഗ് കറിഞ്ഞു പോകുന്നത് കൊണ്ട് ഞാൻ ചെറിയ അവനാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് 17 മിനിറ്റ്സ് ആണ് എനിക്ക് ഓരോരോ കേക്കും ബേക്ക് ചെയ്യാനായിട്ട് എടുത്തത്. നല്ല സോഫ്റ്റ് കേക്കാണ്, കണ്ടോ, നോക്കൂ. അതേപോലെ ഈ കേക്കും ഒന്ന് ചെയ്തോട്ടെ. നമുക്കിനി ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗിന് വേണ്ടിയിട്ട് 250 ഗ്രാംസ് ബട്ടറാണ് എടുക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നത്.
പിന്നെ അതിന് വേണ്ടി അതിൻ്റെ ഡബിൾ amount ഓഫ് ഐസിങ് ഷുഗറാണ് എടുക്കാൻ പോകുന്നത്. 250 grams ബട്ടറിന് 500 grams ഐസിങ് ഷുഗറാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് വാനില എസൻസും പിന്നെ നമ്മൾ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഒത്തിരി തിക്കായിരുന്നെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ക്രീം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആ തിക്ക് ക്രീം അല്ലെങ്കിൽ തിക്കായിട്ടുള്ള പാലോ ഇട്ട് കൊടുത്തെങ്കിൽ അത് മതി. ആദ്യം നമുക്ക് ഈ 250 grams ബട്ടർ അങ്ങോട്ട് ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. നമ്മൾ ബട്ടർ എടുക്കുമ്പോഴത്തേക്ക് റൂം ടെമ്പറേച്ചറിനകത്ത് വേണം എടുക്കാനായിട്ട്. നമ്മുടെ ബട്ടർ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ കുറച്ച് അത് അകത്തോട്ട് പോകണം. ഫ്രീസറിനകത്തിരുന്ന് അങ്ങനെ തന്നെ എടുത്തെങ്കിൽ നമ്മുടെ ഐസിങ് നന്നായിട്ട് ശരിയായിട്ട് വരത്തില്ല. ഒരു 1-2 hours പുറത്ത് വെച്ചിട്ട് ഈ ഒരു പാക് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കാവുള്ളൂ. ലോ സ്പീഡിനകത്ത് ഒരു 3 മിനിറ്റും അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് ഫ്ലഫി ആയിട്ട് ഈ കളർ മാറി നിന്ന് കുറച്ച് ഹാഫ് വൈറ്റ് വരുന്നത് വരെ ഇതൊന്ന് ചുറ്റും ഒന്ന് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഹൈ സ്പീഡിൽ തുടങ്ങാം. ഇപ്പോൾ ഒന്ന് നന്നായിട്ട് ബട്ടറൊക്കെ ഒന്ന് സോഫ്റ്റായി അതുവരെ നമ്മളൊന്ന് ലോ സ്പീഡിൽ അടിച്ചു. ഇനി ഹൈ സ്പീഡിൽ അടിക്കും. നമ്മൾ ബട്ടർ ഇപ്പോൾ നന്നായിട്ട് ഹാഫ് വൈറ്റ് വരുന്നത് വരെ നല്ല ഫ്ലഫി ആയിട്ട് ബട്ടർ ഇപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ 500 grams ഐസിങ് ഷുഗറാണ് ഇട്ട് അടിക്കാൻ പോകുന്നത്. ഐസിങ് ഷുഗർ ഒറ്റയടിക്ക് ഇടുന്നില്ല, ഒന്ന് പതുക്കെ 2 സ്പൂൺ ആയിട്ട് ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അത് ഫ്ലഫി ആയിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു 2 സ്പൂൺ ഇടാം. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അടിക്കാം, അല്ലെങ്കിൽ ഇവിടെ മൊത്തമാവും. എനിക്കിപ്പോൾ കുറച്ച് നേരം മുൻപ് ബട്ടർ നമ്മൾ കേക്കിന് വേണ്ടി ചെയ്തപ്പോൾ പാത്രം ചെറുതായതുകൊണ്ട് മൊത്തം തെറിച്ചായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സൈഡിലുള്ളതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ലിക്വിഡ് ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ 1 ടേബിൾ സ്പൂൺ വാനില എസെൻസ് ആണ് ഇടുന്നത്. വാനില കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എസെൻസ് ഒക്കെ ഇടുമ്പോൾ നല്ല ക്വാളിറ്റി എസെൻസ് ആയിട്ട് വേണം ഇടാനായിട്ട്. അപ്പോഴേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ തിക്ക് മിൽക്കാണ് ഇപ്പോൾ ഇട്ടത്. നമുക്ക് നോക്കാം, കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആവശ്യം വരുന്നെങ്കിൽ പിന്നെ നമുക്ക് 200 ടേബിൾ സ്പൂണും ചേർക്കാം. ഫ്രോസ്റ്റിംഗ് 250 grams ബട്ടറും പിന്നെ 500 grams പഞ്ചസാരയും ആണല്ലോ എടുത്തത്. അതിനൊന്ന് നമുക്ക് കുറച്ച് ഒരു 1/4 സ്പൂണ് സോൾട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഈക്വേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് അടിച്ചെടുക്കാം. കണ്ട കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് പാലിൻ്റെ ആവശ്യമൊന്നും ഇതിനകത്തില്ല, പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ടേൺ ടേബിൾ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു പ്ലേറ്റ് ഒന്ന് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ കേക്ക് ഒക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഐസിങ് ഒക്കെ ഇട്ട് നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ വീട്ടിലെല്ലാം ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം ഈ കളേഴ്സ് ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്. അപ്പോൾ താഴെ ഞാൻ ഒന്ന് ചെറുതായിട്ട് ബട്ടർ ക്രീം ഇട്ട് കൊടുക്കാണ്, അതൊന്ന് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉണ്ടാക്കിയ കേക്ക് നല്ല ഫ്ലാറ്റാണ്, ഇരുന്നാലും നമുക്ക് എപ്പോഴും ഇങ്ങനെ റിവേഴ്സിൽ ടേൺ ചെയ്തിട്ട് വേണം നമ്മൾക്ക് ഇങ്ങനെ ക്രീമൊക്കെ ഇടാനായിട്ട് എടുക്കുന്നത്. കാരണം അത് നല്ല നമ്മുടെ പാനിൻ്റെ ഫ്ലാറ്റ്നെസ്സിനകത്ത് കിട്ടും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഐസിങ് ഇട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ടേൺ ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. അതിൻ്റെ മുകളിൽ ഇനി നമുക്ക് ഐസിങ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ ഐസിങ്ങിൻ്റെ ഒരു സ്പെഷ്യലാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ അടുത്ത് ഒരു കത്തി ഇരുന്നെങ്കിൽ നൈഫ് ഇരുന്നെങ്കിൽ ആ നൈഫ് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇനി ഈ ഐസിങ്ങിൻ്റെ മുകളിൽ നമുക്ക് രണ്ടാമത്തെ കേക്കും ഇട്ട് കൊടുക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഈ കേക്ക് ഒന്ന് ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിനകത്ത് ഇട്ടിട്ട് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് സെക്കൻഡ് ലെയർ ഇടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് പാടില്ലാണ്ട് നമുക്ക് ഐസിങ് ഇട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഫ്രിഡ്ജിനകത്ത് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്നൊന്ന് ഫൈനൽ കോട്ടിംഗ് ഒന്ന് നന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടി നിർത്താം. ബട്ടർ ക്രീം ഒന്ന് നന്നായിട്ട് സ്റ്റിഫായിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു സ്ക്രേപ്പർ ഉണ്ട്. ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്ത് ആക്കി എടുക്കാം സൈഡിനകത്ത്. ഇങ്ങനത്തെ ഇല്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും പ്ലാസ്റ്റിക്കിനകത്ത് ഇങ്ങനത്തെ സംഭവം വരുന്നാലും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. ഇനി ഈ മുകളിൽ പൊങ്ങിയിരിക്കുന്ന ഭാഗം ഇങ്ങനെ ഒരു നൈഫ് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അകത്തോട്ട് തട്ടിയിടാം. നമ്മുടെ കേക്ക് റെഡിയായി. നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ കേക്ക് റെഡിയായി കേട്ടോ. Thank you.